Today discuss about entrepreneur. അല്ല എൻട്രപ്രണർ. അതായത് ഓൺട്രപ്രണർ പോലെ തന്നെയാണ് എൻട്രപ്രണറും എന്ന് പറയുന്ന ഒരു വ്യക്തി. ബട്ട് ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ് സെക്ടേഴ്സിൽ അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് കമ്പനി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. ഇവരുടേതായിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള സ്കിൽസ്, ഇന്നോവേറ്റീവ് ഐഡിയാസ് അതൊന്നും അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ USA കൂടുതലൊരു ട്രെൻഡ് ഉണ്ടായിരുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രഷറിൽ നിന്ന് മാറി കിട്ടാനായിട്ട് ഈ ലാർജ് സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ആ സെക്ടേഴ്സിൽ അത്തരം എംപ്ലോയീസിൻ്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, അതേപോലെ തന്നെ അവരുടെ സ്കില്ല് അത് പ്രോഫിറ്റബിളാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിത്തുടങ്ങി. അത്തരം വ്യക്തികളെയാണ് നമ്മൾ എൻട്രപ്രണർ എന്ന് പറയുന്നത്. So the person within the large corporation who takes the direct responsibility for the turning an idea into a profitable finished product through assertive risk taking and innovation. അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഐഡിയാസ്, സ്കിൽസ്, റിസ്ക് ഇതൊക്കെ അവർക്ക് എടുത്ത് ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അവരുടെ ആ ഒരു ഐഡിയേനെ എന്താക്കി കൺവേർട്ട് ചെയ്യാണ്, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അത്തരം വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവർ തന്നെ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകൾ അവർ തന്നെ റിസർച്ച് ചെയ്യുന്നു. എങ്ങനെയായിരിക്കണം നമുക്കത് ഇറക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവർ തന്നെയായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. ബട്ട് ദർ ഇസ് സം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓൺട്രപ്രണർ അതേപോലെ തന്നെ ഇൻട്രപ്രണർ. ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഹീ ഈസ് എ ഇൻഡിപെൻഡൻറ്റ്. കാരണം എല്ലാം കാര്യങ്ങളും ആൾ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും ആരായിരിക്കും, ഒരു ഓൺട്രപ്രണർ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ഹീ ഈസ് എ ഇൻഡിപെൻഡൻറ്റ്. ബട്ട് ഒരു ഇൻട്രപ്രണർ ആകുമ്പോൾ അങ്ങനെയല്ല, സെമി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ആളുടെ ആ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പ്രോഫിറ്റബിളാക്കി മാറ്റുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെമി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്, ഒരു എൻട്രപ്രണർ വർക്ക് ചെയ്യുന്നത്. ഇനി ഒരു ഓൺട്രപ്രണർ അവരുടെ വർക്ക്സ് അല്ലെങ്കിൽ അവരുടെ ഡെഡിക്കേഷൻ ഫോർ പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണ്. ബട്ട് ഒരു എൻട്രപ്രണർ എന്ന് പറയുന്നത് ഫോർ ഗെറ്റിംഗ് ദ സാലറി. ഓക്കെ, ഇതിൽ ഒന്നും കൂടി ഞാൻ കറക്റ്റാക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു. അവരവരുടെ ഐഡിയേനാണ് അവരെന്ത് ചെയ്യുന്നത്, ബിസിനസ്സാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് അവരുടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്നത് എന്താണ്, സാലറിയാണ്. നെക്സ്റ്റ്, ഹീ ബിയേഴ്സ് ഓൾ ദ റിസ്ക് ഇൻ ദ കേസ് ഓഫ് ഓൺട്രപ്രണർ. ബട്ട് എൻട്രപ്രണർ ആണെങ്കിൽ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കില്ല, ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ്, അവർക്ക് ലിമിറ്റഡ് റിസ്ക് ആണ്. അതാണ് ഒരു എൻട്രപ്രണറിന് വരുന്നത്. നെക്സ്റ്റ്, ദ ഓൺട്രപ്രണർ ആണെങ്കിൽ ഹീ ഈസ് എ റിയൽ ഓണർ. ബട്ട് ഒരു എൻട്രപ്രണർ ആണെങ്കിൽ ഒരു ഓണറായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ആളെന്താണ്, ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, റിയൽ ഓണർ അല്ല. ഇൻ ദ കേസ് ഓഫ് ഓൺട്രപ്രണർ ഹീ ഓപ്പറേറ്റ്സ് ഫ്രം ദ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. കാരണം ആൾ വിത്തിനുണ്ട്, അതേപോലെ തന്നെ ഔട്ട്സൈഡ് ഉണ്ട്. ആളെല്ലാം ഓവറോൾ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കുക. ബട്ട് ഒരു എൻട്രപ്രണർ ആണെങ്കിൽ അങ്ങനെയല്ല, ആളെന്താണ് വിത്തിൻ ഓർഗനൈസേഷൻ. കാരണം ഹീ ഈസ് എൻ എംപ്ലോയ്, സോ ഹീ ഈസ് ഓപ്പറേറ്റ്സ് ഫ്രം വിത്തിൻ ദിൻ ഓർഗനൈസേഷൻ. ആൻഡ് ഇൻ ദ ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ ആളുടെ ഐഡിയ എന്താക്കി മാറ്റുന്നുണ്ട്, ഹീ കൺവേർട്ട്സ് ദ ഐഡിയ ഓഫ് ദ എൻട്രപ്രണർ ഇൻ ടു റിയാലിറ്റി. ഒരു ഓൺട്രപ്രണർ ചെയ്യുന്നത് എന്താണ്, ഒരു എൻട്രപ്രണറിൻ്റെ ഐഡിയനെ നമ്മൾ റിയാലിറ്റിയാക്കി മാറ്റുന്നു. ബട്ട് ഒരു എൻട്രപ്രണർ ആണെങ്കിൽ ആളുടെ ഐഡിയനെ ആൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഇൻ ദ കേസ് ഓഫ് എൻട്രപ്രണറിൽ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി, ഓൺട്രപ്രണർ ഹീസ് അറൈസ് റിക്വയർഡ് ക്യാപിറ്റൽ. ആൾ തന്നെയാണ് ആൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അപ്രോച്ച് ചെയ്തിട്ട് ആൾ തന്നെ ആളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ റൈസ് ചെയ്യുന്നു. ദെൻ എൻട്രപ്രണർ ആണെങ്കിൽ ആൾക്ക് അങ്ങനെ ക്യാപിറ്റൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ്
ആളുടെ ഒരു ഡ്യൂട്ടി, ഒരു എൻ്റർപ്രനറിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ്, ടാലൻസ്, ഐഡിയാസ് അതെന്താക്കി മാറ്റുകയാണ്, ബിസിനസ്സാക്കി മാറ്റുക. അതിനനുസരിച്ചുള്ള സാലറി അവർക്ക് കിട്ടും. ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് എൻ്റർപ്രണർ. അപ്പോൾ എന്താണ് എൻ്റർപ്രണർ എന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയൊരു ഓർഗനൈസേഷനിൽ ഒരു എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആളുടെ ഡ്യൂട്ടിയാണ് എന്താ, എല്ലാ കാര്യങ്ങളും, അതായത് മെയിൻലി ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത്. അതാണൊരു എൻ്റർപ്രണർ ചെയ്യുന്നത്. ആൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബട്ട് അതൊരു വളരെ ലിമിറ്റഡ് ആണ്. ദെൻ സെമി ഇൻഡിപെൻഡൻ്റ് ആണ്, ആൻഡ് ഹീ ഡസ് നോട്ട് ബിയർ ഓൾ ദ റിസ്ക്, ആൻഡ് ഹീ ഡസ് നോട്ട് റൈസ് എനി ക്യാപിറ്റൽ എമൗണ്ട് ഓഫ് ദ ക്യാപിറ്റൽ. ഇതൊക്കെയാണ് ആളുടെ മെയിൻ ഫീച്ചറായിട്ട് എൻ്റർപ്രണർ പറയുന്നത്. അപ്പോൾ ചോദിക്കാറുണ്ട് ഹൂ ഈസ് എ എൻ്റർപ്രണർ. അപ്പോൾ അത് നിങ്ങളതിൻ്റെ ഡെഫിനിഷൻ എഴുതുക. ഒപ്പം തന്നെ ഞാൻ ഒരു ഡിഫറൻസ് ചോദിക്കുകയാണ്, ഒരു ഓൺട്രപ്രണറും അതുപോലെ തന്നെ എൻ്റർപ്രണറും തമ്മിൽ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതിക്കോളും.